സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു മാന്യ പ്രേക്ഷകൻ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന ചെയ്തികളെക്കുറിച്ച് വീഡിയോയിൽ കണ്ടൻ്റായി ഉൾപ്പെടുത്തിക്കൂടെ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് ആ ഒരു മാന്യ സുഹൃത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്നത്തെ കണ്ടൻ്റായി ഞാൻ സ്വീകരിച്ചത് തിരുവണ്ണാമലയുള്ള വിഷയങ്ങളാണ്. സോഷ്യൽ മീഡിയയിലെ ധാരാളം വീഡിയോകൾ ഞാൻ റെഫർ ചെയ്യുകയുണ്ടായി ഈ വിഷയത്തെക്കുറിച്ച്. ശരിയാണ്, കാരണം അവിടെ ഇന്ന് അന്യ സംസ്ഥാനക്കാരും മറ്റും അവിടെ അടക്കി ഭരിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയ വീഡിയോകളിൽ പറയുന്നത്. ഏതായാലും അന്യ സംസ്ഥാനക്കാരുടെ വരവ്, ക്ഷേത്രത്തിലേക്കുള്ള വരവൊക്കെ അഭിനന്ദനം അർഹിക്കുന്നു. എങ്കിൽ പോലും ഇപ്പോൾ തിരുവണ്ണാമല മാത്രമല്ല, മറ്റ് പല ക്ഷേത്രങ്ങളും, ഇപ്പോൾ വലിയ മഹാക്ഷേത്രങ്ങളിലൊക്കെ VIP ടിക്കറ്റ്, അത് കഴിഞ്ഞ് 2-3 ഗ്രേഡിലുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ സംഘടിച്ചാൽ, കൈവശം വച്ചാൽ മാത്രമേ ഈശ്വര ദർശനം സാധ്യമാവുകയുള്ളൂ. എവിടെയും കാശുള്ളവനും പിച്ചക്കാരനുമൊക്കെ അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഈശ്വര ദർശനമാണ് നൽകുന്നത്. പരിഗണനയും അതുപോലെ തന്നെ. കാരണം ഒരു വർഷങ്ങൾക്ക് മുമ്പ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഞാൻ പോയപ്പോൾ അവിടെയും ക്യൂവിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വ്യക്തി സമീപിച്ച് മലയാളത്തിൽ തന്നെ, പെട്ടെന്ന് ഈശ്വര ദർശനം നടത്തണമെങ്കിൽ, ചേട്ടന് നടത്തണമെങ്കിൽ അതിൻ്റെ സൗകര്യം ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുകയുണ്ടായി. ഞാൻ ആ സൗകര്യം സ്വീകരിച്ചില്ല. അതിനുള്ള കാശ് നൽകിയാൽ മാത്രമേ ആ സൗകര്യം കിട്ടൂ എന്നറിയാം. അതുകൊണ്ട് ഞാനത് സൗകര്യം സ്വീകരിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദു ഭക്തർക്ക് അറിയാമത്. എന്ന് ഈശ്വരനും കാശ് ധാരാളം മുടക്കിയാൽ ഈശ്വരനെ അടുത്ത് നിന്ന് കാണാം. അല്ലാതെ മറ്റേ ധർമാശുപത്രി പോവും പോലെ ധർമ്മക്കാരുടെ ക്യൂവിൽ നിന്നാൽ ആ കാഴ്ചയ്ക്കും ആ ഒരു സുഖമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈശ്വരന് പോലും പക്ഷപാതം ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. അതോ ഈശ്വരൻ്റെ പരിചാരകർക്കാണോ ഈ പക്ഷപാതം എന്നും ചിന്തിക്കേണ്ടിയിരിക്കും. ഏതായാലും തിരുവണ്ണാമല മാത്രമല്ല, എല്ലാ മഹാക്ഷേത്രങ്ങളിലും ഇതാണ് കളി. ഇപ്പോൾ ശബരിമല പോലും, എന്നെപ്പോലെ ധാരാളം പേര് ഇന്ന് ശബരിമല യാത്ര പോലും മടിക്കുകയാണ്. കാരണം അവിടുത്തെ തിരക്ക് തന്നെ. മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ട് ഒരു സെക്കൻഡിൻ്റെ ഒരു ഫ്രാക്ഷൻ ആ നടയിൽ നിൽക്കുകയും പോലീസ് തൂക്കി നമ്മുടെ മാറ്റുകയും ചെയ്യുന്നു. ഏതായാലും കാശ് കയ്യിൽ കരുതിയാൽ മാത്രമേ ഈശ്വരനെയും കാണാൻ പറ്റൂ എന്ന അവസ്ഥയാണ്. ഇതിനൊരു മാറ്റമുണ്ടായേ മതിയാകൂ. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.